+2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞവർക്ക് ഏതൊക്കെ മേഖലയിലോട്ട് തിരിയാം എന്നുള്ള കാര്യം നമുക്കിന്ന് നോക്കാം. മെഡിക്കൽ ഫീൽഡിലോട്ടായിരിക്കും ഒട്ടുമിക്ക ഒരു 90% സ്റ്റുഡൻസും മെഡിക്കൽ ഫീൽഡിലോട്ടായിരിക്കും, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിലോട്ടായിരിക്കും തിരിയുന്നത്. ബാക്കി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സിലേക്കായിരിക്കും തിരിയുന്നത്. മെഡിക്കൽ റിലേറ്റഡ് കോഴ്സിലോട്ട് തിരിയുന്നത് കൂടുതലും ഈ നീറ്റ് പ്രിപ്പറേഷനിലോട്ടായിരിക്കും പോകുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊരു കോഴ്സ് എടുത്താലും അതിലിപ്പോ 2 വേയിലോട്ടായിരിക്കും നമ്മൾ തിരിയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ജോബ് ഓറിയന്റഡ് അല്ലെങ്കിൽ സാലറി ബേസ് ആയിട്ടുള്ള കോഴ്സുകളിലേക്കും, മറ്റൊന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള കോഴ്സുകളിലേക്കായിരിക്കും. അപ്പൊ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞവർക്ക് ഇപ്പൊ ഏതൊരു കോഴ്സിലോട്ടും അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലോട്ടും തിരിയാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഒരുപാട് കാറ്റഗറി കോഴ്സുകളുണ്ട്. നമുക്ക് ഓരോ കാറ്റഗറി കോഴ്സുകളും നോക്കാം. ആദ്യത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. ഒന്നെന്ന് പറഞ്ഞാൽ MBBS, BDS, BAMS, BUMS, ഹോമിയോപ്പതി, സിദ്ധ, അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളാണ് ഉള്ളത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള. ഇതിന് നീറ്റ് കമ്പൽസറി ആണ്. അപ്പൊ ഈ കോഴ്സുകളെല്ലാം നീറ്റിന്റെ സ്കോർ ബേസ് ചെയ്തായിരിക്കും അഡ്മിഷൻ പോകുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് കാറ്റഗറി നോക്കാം. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫൻസ് കാറ്റഗറി ആണ്. അതിനകത്ത് ആർമി, നേവി, എയർഫോഴ്സ്, അതിന്റെ നഴ്സിംഗ്, ഇതെല്ലാമാണ് ഈ ഡിഫൻസ് കാറ്റഗറിയിൽ വരുന്നത്. തേർഡ് കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നീറ്റ് വിത്തൗട്ട് നീറ്റ് കാറ്റഗറിയാണ് തേർഡ് കാറ്റഗറി. അതായത് ഇപ്പം നീറ്റ് എഴുതി ക്വാളിഫൈ ആവാത്തവർക്കോ അല്ലെങ്കിൽ നീറ്റിന്റെ സ്കോർ കുറവുള്ളവർക്കോ അങ്ങനെയുള്ള ഏതൊക്കെ കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളത് BPT, ഒക്കുപേഷണൽ തെറാപ്പി, ഇപ്പം സ്പീച്ച് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്നിങ്ങനെ ഒരുപാട് കോഴ്സുകളിൽ ഈ വിത്തൗട്ട് നീറ്റ് നമുക്ക് ചേരാവുന്നതാണ്. അടുത്ത ഫോർത്ത് കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും അലൈഡ് ഹെൽത്ത് കാറ്റഗറിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പാരാമെഡിക്കൽ കാറ്റഗറി എന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് വരുന്ന വെച്ചാൽ കാർഡിയക് കെയർ ടെക്നോളജി, MIT, MLT, OT and AT. ഇനി ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം B.Pharm, D.Pharm, PharmD എന്നിങ്ങനെ കോഴ്സ് ഈ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും സൈക്കോളജി കാറ്റഗറിയാണ്. അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് സയൻസ്, ന്യൂറോ സയൻസ് എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ്. ഇനി നമുക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡിലോട്ടാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഫിഷറീസ്, ഫോറസ്ട്രി അങ്ങനെയുള്ള കോഴ്സുകൾ. പക്ഷെ ഇതിന് ഐക്കർ എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം മസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഐക്കർ എക്സാം നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ വരുന്ന കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് അല്ലെങ്കിൽ കോഴ്സുകളൊക്കെ മൈക്രോബയോളജി, ബയോടെക്നോളജി, എംബ്രിയോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ്. പിന്നെ കോമൺ ഡിഗ്രീസ് ആണ് വരുന്നത്. അതായത് ഇപ്പം ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, മാത്സ് എന്നിങ്ങനെയുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രീസ് നിങ്ങൾക്ക് ഈ ഒരു +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 സയൻസ് കഴിഞ്ഞവർക്ക് മെഡിക്കൽ ഫീൽഡിലോട്ടാണ് തിരിയുന്നത്. അവർക്ക് നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആവണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡ് +2 സയൻസ് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് തിരിയാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾ ഇന്ത്യ JEE എന്നുള്ള എൻട്രൻസ് എക്സാം ആണ് വരുന്നത്. അതിൽ കൂടുതൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്ട്സ് ആയിരിക്കും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് സ്പെഷ്യലൈസേഷൻ വരുന്നത് സിവില്, മെക്കാനിക്കൽ, ആർക്കിടെക്ചർ, കമ്പ്യൂട്ടർ സയൻസ് എന്നിങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഈ ഒരു ഇതിൽ ഉണ്ട്. അപ്പൊ സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ടുള്ളവർക്കുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെട്ടു. അപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞവർക്ക് ഏതൊരു കോഴ്സിലോട്ടും തിരിയാവുന്നതേ ഉള്ളൂ, അല്ലെ? അപ്പം ഇപ്പൊ എബ്രോഡ് പോകാനായാലും ഔട്ട്സൈഡ് കേരള ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഈ കോഴ്സുകളെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കോഴ്സ് ഏതൊക്കെ കോളേജസിൽ ഉണ്ടെന്ന് അറിയാനും അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാനും ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് അറിയാനും ഡു കോൺടാക്ട് TVS എഡ്യൂക്കേഷൻ.